ഹലോ, എല്ലാവർക്കും എൻ്റെ വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പം ഞാനിന്ന് ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്തായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം എൻ്റെ ഹസ്ബൻഡിന് വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഒരു നല്ലൊരു മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരുടെ പേര് ആൻ ജൂൺ മേരി പൗലോസ് എന്നാണ്. നമ്മുടെ എന്താ പറയുക, മാരേജാണ് April 29, 2024. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോന്നു കഴിയുമ്പോഴാണ് അപ്പം കല്യാണം ഒന്നും ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തോട്ടോ. കല്യാണം ഒന്നും നമുക്കിപ്പോൾ കൂടാൻ പറ്റത്തില്ല. മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞാണ്. ബട്ട് പുള്ളിക്കാരുടെ ഫേവററ്റ് ഒരു കാര്യമായിരുന്നു മെഹന്തി ഇടുന്നത്. ആദ്യമൊക്കെ തുടങ്ങിയപ്പോഴൊക്കെ പേരൻസിനൊക്കെ കുറച്ച് അത്ര വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നു. കാരണം അത്രയും നന്നായിട്ട് പഠിച്ചിട്ട് അതിൻ്റേതായ ജോലിക്ക് പോകുന്നതിന് പകരം ഇതിന് പോയി ചേർന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് തന്നെ ഇഷ്ടമായി. കാരണം ഓരോ ക്ലയൻറ്റിനും മെഹന്തി ചിട്ട് കൊടുത്ത് കഴിയുമ്പോൾ 4000 രൂപ വെച്ച് കിട്ടും. അതുപോലെ തന്നെ പുള്ളിക്കാരി അതുകൊണ്ട് സ്വന്തമായിട്ട് പിടിച്ച് നിന്ന് ഒരു കാറ് മേടിച്ച് ഒത്തിരി അച്ചീവ്മെൻറ്റൊക്കെ നടത്തി. എന്തൊക്കെ പറഞ്ഞാൽ അവനവൻ്റെ സമയത്ത് എഴുന്നേൽക്കുക, അവനവൻ്റെ സമയത്ത് പോവുക, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ജോലി ആകുമ്പോഴത്തേനുണ്ടല്ലോ അത് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടി ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു. ഞാൻ എൻ്റെ മെഹന്തി ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ആരാണ് ഇട്ടത്, എവിടെയാണ് ഇട്ടത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസൊക്കെ. അപ്പം ഞാനിങ്ങനെ എല്ലാവരോടും പറയുകയൊക്കെ ചെയ്തു. പക്ഷെ പറഞ്ഞെങ്കിലും നിങ്ങളത് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് മീൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്പർ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ പേഴ്സണലായിട്ട് മെയിലിൽ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, പിറവത്താണ് ഇപ്പോൾ ലൊക്കേഷൻ. ബട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് പോകും. അപ്പം അവിടെ ചെന്ന് വേണം. പുള്ളിക്കാരി ട്രാവൽ ചെയ്യും, കാറൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുക എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, അത് ട്രാവലിൻ്റെ ജേർണിയുടെ പെട്രോൾ ഫീസൊക്കെ കൂടി ചെയ്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്ത് തരുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ പറയുന്ന ഡിസൈൻ കൈയും കാലും എല്ലാം ചെയ്തു തരും. അത് കാരണം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാകത്തില്ല. അപ്പം നമ്മുടെ പരിപാടി തുടങ്ങിയിരിക്കുന്നു. അപ്പം ഫ്രിഡ്ജിൽ നിന്നും ഈ കോൺ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കയ്യിലെ ബോഡി ക്രീമൊന്നും പറ്റരുത്. അതുപോലെ ബോഡി ക്രീമൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം, കൈ ഡ്രൈ ആയിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങുന്നു. ഇവിടുത്തെ ചൂടത്ത് ഇതൊക്കെ പെട്ടെന്നാണ് പെട്ടെന്ന് ഉണങ്ങും. പക്ഷെ കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ കളർ കിട്ടും. അവിടെ ഇവിടെ ഉറക്കമൊക്കെ നടക്കുമെന്ന് ദൈവത്തിനറിയാം. അപ്പൊ കുഴപ്പമില്ല, കൂടുതൽ സമയം വെക്കാൻ. ഇവിടുത്തെ ചൂട് കയ്യിൽ മെഹന്തി ഇടുന്നോണ്ട് ഒരു തണുപ്പൊക്കെ കിട്ടും. അവിടെ ഇന്നലെ AC കിടന്നുറങ്ങിയോണ്ടേ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇന്ന് പാടായിരിക്കും. തക്കളു ഞങ്ങളെ കൊല വിളിക്കും. പ്രാദേശിക ഫാനും കൂളറും എല്ലാം പുള്ളിയുടെ മേതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് ഇപ്പം ഇരിക്കുന്ന അവിടെ. ഇനി അവിടെ നിന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്നവർക്ക് പോലും ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പൊ പിന്നെ പുറത്തുനിന്ന് തന്നെ. പക്ഷെ പുള്ളി ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും, ഞാൻ മാനേജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാ വന്നത്. പക്ഷെ ലക്ഷണം കണ്ടിട്ട് നടക്കുമെന്ന് തോന്നുക. പുള്ളി എന്ന് പറയുവാണേ ഞാൻ എങ്ങനെ ഈ 1.5 ആഴ്ച ഇവിടെ സഹിക്കുമെന്ന്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റേ വേറെ ടൈമിൽ വരണം, ചൂടല്ലാത്ത ടൈമിൽ. അന്നേരം അവന് ക്ലാസ്സിൻ്റെ ഇതുണ്ടാകും. ക്ലാസ് നഷ്ടപ്പെടാത്ത ഒരു പരിപാടി നമ്മളില്ല. ഇനിയിപ്പോൾ ഒരു വർഷം കൂടെ സഹിച്ചാൽ പോരെ. അല്ല ഇനിയിപ്പോൾ അവന് 16 വയസ്സായ നമുക്ക് വീട്ടിൽ തന്നെ ഇരുത്താവേ. അപ്പം ഈ മാസം 15 വയസ്സാവുമല്ലോ. അപ്പം ഇനിയിപ്പോൾ എല്ലാവരും മിക്കവാറും തന്നെയുള്ള വരവൊക്കെ നടക്കത്തുള്ളൂ. ഞാൻ തന്നെ വരും, രാജേഷ് തന്നെ വരും. ഞാൻ പറഞ്ഞ രാജേഷിനോട് തന്നെ വന്നോളാം. ഞാനിപ്പോൾ തന്നെ വരാം, നീ തന്നെ വന്നോളാം. എല്ലാവർക്കും കൂടെ ലീവ് കിട്ടാൻ നോക്കുമ്പോൾ ലീവ് ഞങ്ങൾക്ക് നമ്മളെ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് ലീവ് കിട്ടും. പക്ഷെ കൊച്ചിൻ്റെ സ്കൂൾ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. അന്നേരം എല്ലാവരും ലീവ് എടുക്കാൻ മീൻസ് പിള്ളേരുള്ളവർക്കെല്ലാവരും അന്നേരം എടുക്കും. അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. നേരത്തെ ബുക്ക് ചെയ്ത് നമുക്ക് കിട്ടും കേട്ടോ. ഞങ്ങളിത് നേരത്തെ ബുക്ക് ചെയ്തല്ലേ. ഓഗസ്റ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു നാട്ടിൽ വരാനായിട്ട്, ഈ കഴിഞ്ഞ ഓഗസ്റ്റ്. എന്നാലും രാജേഷിന് കുറേ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ പൈസയൊക്കെ ബുക്ക് ചെയ്താണ്. 750 പൗണ്ട്, 75,000 രൂപ അവരെടുത്തു. എന്നിട്ട് ബാക്കി പൈസ തന്നുള്ളൂ. ഓഗസ്റ്റിലൊക്കെയാണ് പിന്നെ അത്രയും ചൂടുണ്ടാവില്ല ഇവിടെ.
ഈ ടൈമിൽ ഭയങ്കര ചൂട്. ഞങ്ങൾ ഇന്ന് വന്നാലും ചൂടും, ഒന്നെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, അല്ലെങ്കിൽ കൊടും മഴ ഇടിയും കാറ്റ്. ഇവരുടെ ഇവിടെ അങ്ങോട്ട് വന്നാൽ ഒരിക്കലും കറണ്ട് കാണാറില്ല. എന്നിട്ടാണ് ഞാൻ ഇൻവെർട്ടർ മേടിച്ച് വെച്ചു. എൻ്റെ ആങ്ങളെ ഇൻവെർട്ടർ മേടിച്ച് വെച്ച് കൊടുത്തതല്ലേ. ഒരിക്കലും ഇവിടെ വന്നാൽ കറണ്ട് ഇല്ല. തക്കോട് പറയണ ഇവിടെ വന്നാൽ കൊതുകാണ്, കറണ്ടില്ല, മഴ പെയ്താൽ കറണ്ട് പോകും. അവന് കുറ്റമില്ലാത്ത കുറ്റമൊന്നുമില്ല. എന്നിട്ട് അവൾ സ്കൂളിൽ പോയി പറഞ്ഞു കൊടുത്തു, കൊതുക് കടിക്കും, ഇവിടെ കറണ്ടില്ല, മഴയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അങ്ങനെയൊക്കെ ടീച്ചറിനോട് പറഞ്ഞാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളോട് പറയും കൊണ്ടുപോകണ്ടെന്ന് പറയും ഇങ്ങോട്ടിനി. ഞാനത് കാരണം കഴിയുന്നിടത്തോളം ഇവനെ ഇവിടെ ഒഴിവാക്കും. ഞങ്ങളുടെ വീട്ടിലാണ് വൈഫൈ ഉണ്ട്, മൊബൈൽ ഡാറ്റ കുഴപ്പമില്ല, വീട്ടിൽ ഒരു ചൂടില്ല. പിന്നെ വീടിൻ്റെ സിറ്റി ആണല്ലോ ഞങ്ങളവിടെ. പുള്ളിക്ക് എന്നാ വേണ്ടേലും ഓടി അപ്പുറം ഇപ്പുറം സാധനം മേടിക്കാം കഴിക്കാനായിട്ട്, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന പറവാ ഇവിടെ സത്യം ഇവിടെ ഒരു പ്രോഗ്രസ്സും ഇല്ല അല്ലേ. ഞാൻ കെട്ടിയിട്ട് 16 വർഷമായിട്ട് ഞാൻ ആ കണ്ട ഈ റോഡ് മാത്രം വന്നായിട്ടാ. അല്ല എന്തെങ്കിലും ഞാൻ കാണാത്ത എനിക്കറിയാൻ പറ്റാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കെട്ടി കഴിഞ്ഞപ്പോ എന്നോട് നമ്മൾ കുറച്ചാളുമ്പോ പറഞ്ഞു ഇപ്പൊ ആ വീട്ടുകാർ വീട് വെച്ചിട്ടില്ല, ഒരു വീട്ടുകാർ അപ്പുറം കണ്ടെത്തി. അന്ന് എന്നോട് ശാസ്ത്രമൊക്കെ പറഞ്ഞു അവിടെ ഫ്ലാറ്റ്സ് ഉണ്ടാക്കാൻ പോവാണ്, ഇവിടെ എങ്ങാണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നെ അത് ഉപേക്ഷിച്ചു. കാരണം ഇങ്ങോട്ടെന്ന് പറയുമ്പോ 6-7 കിലോമീറ്റർ ഇല്ല പർവ്വത്തിന് ടൗണിലേക്ക് ചെല്ലണമെങ്കിൽ. അതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നല്ല ഇപ്പം ഇങ്ങനെ കേരളത്തിൽ വീട് പണിയുന്നവരുടെ എണ്ണവും കുറഞ്ഞില്ലേ ഭയങ്കരമായിട്ട്. വീട് ഇവിടെ പണിയുന്നത് നഷ്ടക്കച്ചവട ആക്ച്വലി. അല്ല നമുക്കിവിടെ എനിക്ക് ആഗ്രഹമുണ്ട് വീട്ടിൽ നാട്ടിൽ വന്ന് താമസിക്കണം എന്നൊക്കെ, പക്ഷെ പേടിച്ചിട്ട് വരാൻ വയ്യ. പഠിക്കുന്നേ ഇവിടെ എവിടെയാ സൂവിലിട്ടേക്കണത്. ഒരങ്ങ് ഒക്കെ നമ്മുടെ നാട്ടിലെയാ. നീ എടുത്ത് കഴിഞ്ഞിട്ടില്ല, തുണി എടുക്കാൻ പോയിട്ട്. ഇവിടെ ഞങ്ങൾക്ക് കല്യാണത്തിന് ഞാൻ വന്നിട്ട് ബാക്കിയുള്ള എനിക്ക് വെച്ചാന്നില്ല.
കാണിച്ചിട്ട് താമര അങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ ഇട്ടിട്ട് ലാപ്പ് ഇടും. ക്യാമറ ഓണാണല്ലേ. S23 ആണ് ഈ ഫോണ് S23, അത് S20. എനിക്ക് 3 ഫോണുണ്ട്. ഈ ഓരോ 2 വർഷം കൂടുമ്പോൾ പുതിയ പുതിയ ഫോൺ എടുക്കും. എന്നാലും വീഡിയോ പിടിക്കാനും. സാംസങ് മാത്രമേ എടുക്കുള്ളൂ. ഐഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ ഉണ്ടല്ലോ ഐഫോൺ ഉള്ളതിൻ്റെ പണി കിട്ടിയാറുള്ളൂ. പിന്നെ ആ ഫോൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ. അത് കാരണം സാംസങ് ക്യാമറ നല്ലത് സാംസങ് ആണ് ഐഫോണിനേക്കാളും ഞാൻ ഉപയോഗിച്ചിട്ട്. എനിക്ക് ഐഫോൺ 3 ഇരിപ്പുണ്ട്. ഓരോ വർഷം നമ്മൾ കോൺട്രാക്റ്റ് 2 വർഷമാണ് കോൺട്രാക്റ്റ്. അപ്പം നമ്മൾ മൊത്തം പൈസ കൊടുക്കും. നമ്മൾ മാസം മാസമല്ല പൈസ കൊടുക്കുന്നേ. അപ്പം ആ 3 ദേ അവിടെ പെട്ടിക്കകത്തിരിപ്പുണ്ട്. ഒരു ഉപകാരമില്ല, അത് ഓഫായിപ്പോയി. നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോൾ റിപ്പയർ ചെയ്തെടുക്കണമെങ്കിൽ എൻ്റെ ഫോണിന് ഒരു മാസം ഞാനിപ്പോൾ ഈ S23 കൊടുക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് അറൗണ്ട് 10,000 രൂപ ഒരു മാസം കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര പൈസയല്ലേ. നമ്മൾ ഒറ്റയടിക്ക് കൊടുത്താൽ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പൈസ ഒത്തിരി കുറവുണ്ട്. അതല്ലടാ, നമ്മൾ ഒറ്റയടിക്ക് എടുത്തതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ സാംസങ്ങിൻ്റെയൊക്കെ ഫോണിന് എന്തെങ്കിലും ഒരു പണി വന്നാൽ നമുക്ക് പിന്നെ അപ്പം തിരിച്ചെടുത്തില്ല. ഈ ഫോൺ നമ്മൾ കോൺട്രാക്റ്റിലായിരിക്കും. നമ്മൾ 2 വർഷം കോൺട്രാക്റ്റ് എങ്കിൽ ആ ഫോണിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ആ കമ്പനി, നമ്മൾ കോൺട്രാക്റ്റിൻ്റെ കമ്പനി നമുക്ക് പുത്തൻ ഫോൺ തിരിച്ചു തരും. അപ്പോൾ പിന്നെ അതല്ലേ ലാഭം. ഞാനാണ് ഈ വീഡിയോയും എല്ലാം എടുക്കുന്നതല്ലേ. ചില സമയത്ത് ഒരു ദിവസം ഞാനാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു രാഷൻ അക്കൗണ്ടിലേക്ക്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ആ മൊബൈൽ അങ്ങ് ഫ്രോസാണ് ആയിപ്പോയി. ഐഫോണ് അനങ്ങിയില്ല ഫോണ്. അപ്പം പിന്നെ എന്നാ ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ ഫോൺ മേടിക്കണമായിരുന്നു. 5 ദിവസം ഫോണിൽ ഭയങ്കര കഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ പിന്നെ അവർ വേറെ ഫോൺ തന്നു. ഞാൻ പറയാതെ അങ്ങനെയൊക്കെ നമ്മൾ സ്വന്തം പൈസയ്ക്ക് ആകുമ്പോഴേ നമുക്ക് നഷ്ടമല്ലേ. നമ്മൾ എന്നാ ചെയ്യും. ഇവിടെ ഇതിൻ്റെ അകത്ത് എണ്ണ ആക്കാറായില്ലല്ലേ. അത് നമ്മൾ ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, കമത്തി വെച്ച് കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോകും. ഇപ്പം ഞാനിട്ട് കഴിയുമ്പോഴത്തെ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ UK ഇപ്പോൾ ഒരു 100 മെസ്സേജ് വരും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. കണ്ടില്ലായിരുന്നോ പുത്തൻ കുത്ത് വന്നേക്കണേ. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ തന്നെ കാശ് ഇറങ്ങിയിട്ടുള്ള പുത്തൻ കുത്ത് എനിക്ക് വേണ്ട. അല്ല അങ്ങനെയല്ല, നമ്മൾ പണ്ട് കുഞ്ഞപ്പോൾ ഈ പുത്തൻ കുത്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ആരെങ്കിലും ഉടുപ്പ് കൊണ്ടത്തരുമോ, ഉടുപ്പ് നമുക്കൊരു ആഗ്രഹമല്ലായിരുന്നോ. അപ്പം നമ്മളിതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. ഒരു കയ്യിൽ ആദ്യം ഇട്ടു, അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കൈ ഇട്ടത്. അപ്പോൾ രണ്ടാമത്തെ കയ്യിലത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും മറ്റേ കയ്യിലത്ത് ഉണങ്ങുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ പഞ്ചസാര ലായനിയിൽ പഞ്ഞി കൊണ്ട് മുക്കി എൻ്റെ കയ്യടിങ്ങനെ തൊട്ടതാണ് കാണേണ്ടത്. അപ്പോൾ അതിന് നല്ല കളർ കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ബാക്കി ഇൻസ്ട്രക്ഷൻസൊക്കെ ഞാൻ പിന്നെ പറയാം. 7 മണിക്കാണ് ഞാനിവിടെ മഞ്ഞളാഞ്ചി ഇടാൻ വേണ്ടി ചെന്നത്. അപ്പം ഏകദേശം ഒരു 10-11 മണിയെങ്ങാണ്ട് ആയപ്പോഴാണ് തീർന്നത്. അപ്പം ഓൾറെഡി 2 പ്രാവശ്യം എന്നെ വിളി വന്നു, തീർന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ മഞ്ഞളാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാത്തിനും ഹെൽപ്പ് വേണം. ഇത് ആൻ പൗലോസ്. അപ്പം ആന് ഒരു പേജുണ്ട്, ജൂൺ ബ്രൈഡൽ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റ് പേജിൽ കയറി, ഫേസ്ബുക്ക് പേജിൽ കയറി ചെക്ക് ചെയ്യാം. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. കുട്ടി ചെയ്തിരിക്കുന്ന എല്ലാ മെഹന്തി വർക്കും കാണാൻ പറ്റും. അപ്പം പുള്ളിക്കാരി ഇപ്പോഴത്തെ ലൊക്കേഷൻ പിറവത്താണ്, പക്ഷേ മാരേജാണ് April 29. അത് കഴിയുമ്പോഴത്തേനും തിരുവനന്തപുരത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യും. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ റിക്വസ്റ്റുകളും നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ആ പേജിൽ കൂടി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ മെഹന്തി ഡിസൈൻ ഒത്തിരി ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളത് കൂടുതൽ നന്നായിട്ട് സൂക്ഷിക്കുന്നതോറുമാണ് കളർ കൂടുതൽ കിട്ടുന്നത്. ആക്ച്വലി എന്നോട് പറഞ്ഞു 4 മണിക്കൂർ
എങ്ങാണ്ട് നമ്മൾ ആക്ച്വലി ഇത് കഴുകി കളയരുത് 4 മണിക്കൂർ പിന്നെ 4 മണിക്കൂർ എന്ന് പറഞ്ഞു എന്താ പറയണമെന്നല്ല, നമ്മളിത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് കളയുകയേ ചെയ്യാവുള്ളൂ, അല്ലാതെ കഴുകി കളയരുത് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കയ്യിൽ വെള്ളം പറ്റിക്കരുത്, വെളിച്ചെണ്ണ പുരട്ടി 4 മണിക്കൂർ വെക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എൻ്റെ ഈ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള എനിക്ക് നടക്കത്തില്ല, അതുകൊണ്ട് അത്രയ്ക്കൊന്നും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ കുറേ നേരം വെച്ചു, കൈകൊണ്ട് ഉരുട്ടി കളയാൻ നോക്കി, പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എന്താ പറയുക, ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആണോ എനിക്കറിയില്ല, ശരിക്കും ഡ്രൈ ആയില്ലായിരുന്നു. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പിന്നെ കഴുകിയാണ് കളഞ്ഞത് കേട്ടോ. അപ്പം 11:30 ആയപ്പോൾ 8 കഴിഞ്ഞ് ഉറക്കത്തിന് എഴുന്നേറ്റ് കണക്കായി. അപ്പോൾ കൈ നനയ്ക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ഇപ്പോഴും സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ ഞാനതൊന്ന് പറിച്ച് കളഞ്ഞിട്ട് കയ്യനുസരി വെളിച്ചെണ്ണ നോക്കാൻ വേണ്ടി പോവുകയാണേ. ഇതുണ്ടോ 2 സ്ഥലത്ത്. ഓക്കെ, അപ്പം എൻ്റെ സത്യം ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണ പുരട്ടാനാണ് വിളിച്ച് പറഞ്ഞത്, പക്ഷേ എൻ്റെ കയ്യിൽ നിന്നത് പോകുന്നില്ല. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് അപ്പോൾ എന്നിട്ട് 4 മണിക്കൂർ വെളിച്ചെണ്ണ പുരട്ടി വെക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇത്രയും കളറായി, അപ്പോൾ ഇനി ഇത്രയും കളറാകും, നാളെ ഭയങ്കരമായിട്ട് കളറാകുമെന്ന് പറഞ്ഞ്. ഓക്കെ, ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ പറ്റുന്നിടത്തോളം പുരട്ടി വെക്കും. ഓക്കെ, അപ്പോൾ കാണിക്കാം. വെളിച്ചെണ്ണ പുരട്ടിയതാണ്, പുറം വശം കണ്ടോ. ആക്ച്വലി വെളിച്ചെണ്ണ ഇട്ട് 4 മണിക്കൂർ വെക്കണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ ഇപ്പം കണ്ടു കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ നമ്മളെ കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ, കൊച്ചി ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് തരും. ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ വെബ് പേജൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. മോളുടെ കല്യാണമാണ് ഈ മാസം 29. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്ക് കാണും. അത് തിരുവനന്തപുരത്തേക്ക് പോയാണ് സെറ്റിൽഡാകുന്നത്. അപ്പം നിങ്ങൾക്ക് കല്യാണാവശ്യങ്ങൾ, മെഹന്തി, എന്താ പറയുക, അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് മൈലാഞ്ചി ടിവിക്ക് കോൺടാക്റ്റ്. ഞങ്ങൾക്ക് അതിൻ്റെ എനിക്ക് കൊച്ചിനെ ശരിക്കുള്ള പേര് അറിയത്തുള്ളൂ, മുത്തുന്നുള്ള, അല്ല ശരിക്കുള്ള പേര് അറിയത്തില്ല, വിളിക്കുന്ന പേര് അറിയത്തുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി ചോദിച്ചിട്ട് പറയാവേ. അപ്പം ബൈ ബൈ ഞാൻ ചെയ്യില്ല.